എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം ടൈം ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ദിവസം നമ്മൾ ഇത്ര മണിക്ക് എപ്പോഴൊക്കെ എത്രയും നേരത്തെ നിങ്ങൾ ഉറക്കം എഴുന്നേക്കാനൊക്കെ തുടങ്ങി കാണുമെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് അടുത്തത് പറയുന്നത്. ഇനി ചില വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടഫാണ്. ചില കുട്ടികൾക്ക് ഇപ്പോൾ ചില മാത്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ചില കുട്ടികൾക്ക് അത് ഈസിയാണ്. അവർക്ക് ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കും പാട്. അങ്ങനെ ഓരോരുത്തർക്കും ചില വിഷയങ്ങൾ ഈസി ആയിരിക്കും, ചില വിഷയങ്ങൾ പാടായിരിക്കും. നമുക്കിപ്പോൾ 10ാം ക്ലാസ്സിൽ എന്തുകൊണ്ട് 10 വിഷയം പഠിക്കാൻ തന്നില്ല? നമ്മുടെ ബോഡി, നമ്മുടെ കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്. അപ്പം നമ്മുടെ കാലിൽ ഒരു ചെറിയ വേദന വന്നാൽ, അല്ലെ കയ്യിലൊരു ചെറിയ വേദന വന്നാൽ, അപ്പം നമുക്ക് നേരെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ മൈൻഡിൽ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ അഭിരുചി അനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ ഒക്കെ കിടക്കുന്ന അഭിരുചികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ 10 വിഷയം നമ്മൾ പഠിക്കുന്നത്. ആ 10 വിഷയങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ പിന്നീട് മാറി പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തടുത്ത +1 +2 ചെല്ലുക, അത് കഴിഞ്ഞ് ഡിഗ്രികളിലേക്കൊക്കെ പോകുന്നത് നിങ്ങളുടെ അഭിരുചി അനുസരിച്ചുള്ള വിഷയങ്ങൾ നേടിയാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 10 ടെസ്റ്റിലും പഠിക്കുന്ന സമയത്ത് ചില വിഷയങ്ങൾ പാടായിട്ട് വരും. ആ സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതായത് റിവേഴ്സ് സ്റ്റഡി എന്ന് പറയുന്നത്. റിവേഴ്സ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചൊല്ലാൻ കഴിയുന്ന, ഞാൻ സാധാരണ ക്ലാസ്സുകൾക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ്, ചൊല്ലാൻ കഴിയുന്ന ഒരു പട്ടിക എടുക്കുക. അതായത് പട്ടിക എന്ന് പറഞ്ഞാൽ ടേബിൾ. അതായത് ഇപ്പം 5ന്റെ ടേബിളുണ്ട്. ഇപ്പം 1 5s are 5, 2 5s are 10, 3 5s are 15, 4 5s are 20. ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് 10 5s are 50 എത്തിയിട്ട് നമ്മൾ കണ്ണടച്ച് നിന്നായിരിക്കണം അത് ചെയ്യേണ്ടത്. നമ്മൾ എന്നിട്ട് അത് തിരിച്ചു ചൊല്ലണം. തിരിച്ചു ചൊല്ലണം എന്ന് പറയുമ്പോൾ നമ്മൾ 10 5s are 50, 9 5s are 45, 8 5s are 40, അങ്ങനെ ചൊല്ലി നമ്മൾ 1 5s are 5 എത്തണം. അത് ഞാനിപ്പോൾ 5 ഒരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. ഏറ്റവും ഈസി ആയിട്ട് ചൊല്ലാൻ കഴിയുന്ന ഒരു നമ്പർ എന്നുള്ള രീതിയിൽ മാത്രമാണ് പറഞ്ഞത്. ഇനി ഇപ്പം നമുക്ക് എടുത്തു വെക്കുന്ന നമ്മൾ പഠിക്കാനിരിക്കുന്ന സബ്ജക്റ്റ് നല്ല ടഫാണ്, നമുക്ക് ഒരു കാരണവശാലും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട അടുത്ത റിസ്ക് എന്തെന്ന് വെച്ചാൽ, ഇപ്പം 9ന്റെ പട്ടിക അല്ലെങ്കിൽ 8ന്റെ പട്ടിക കുറച്ചുകൂടെ ടഫായിരിക്കും. അത് നമ്മൾ അങ്ങനെ ഇരുന്ന് റിവേഴ്സ് അടിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മൈൻഡ് നല്ല കോൺസെൻട്രേഷൻ ലെവലിൽ അങ്ങനെ കിട്ടുകയും ചെയ്യും. ഒപ്പം തന്നെ നമ്മൾ 1 9s are 9 എന്ന ആ ഒരു ടൈമിലെത്തുമ്പോഴത്തേക്ക് നമ്മുടെ മെമ്മറി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. വളരെ ഇഷ്ടമല്ലാതിരിക്കുന്ന സബ്ജക്റ്റ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ അത് സാധിക്കും. അത് നിങ്ങൾ ദിവസേന ഇതൊരു ശീലമാക്കി വെക്കണം. അപ്പോൾ നിങ്ങൾ സ്റ്റഡി തുടങ്ങുന്നതിന് മുമ്പിട്ട് വേണം അതൊരു ശീലമാക്കാൻ. ഇനി ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ് പഠിക്കുന്നതെങ്കിൽ പോലും ഇതൊരു ശീലമാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മെമ്മറിയിൽ നമുക്ക് ഒരുപാട് മാറ്റം വന്നു തുടങ്ങും. അവിടെ നമ്മൾ ക്ലാസ് റൂമിൽ, എക്സാം റൂമിൽ ചെന്നിരുന്നിട്ട് എക്സാമിനൊക്കെ ചെന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടി വരത്തില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്ത് പോകാൻ സാധിക്കും. അതിനൊക്കെയുള്ള വഴികൾ തുടർന്ന് അറിയുന്ന രീതിയിലുള്ളത് പറഞ്ഞു തരാം. അപ്പം തൽക്കാലം ഇവിടെ കൊണ്ട് ഇന്നത്തേത് നിർത്തുന്നു.